ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവശയനി ഏകാദശി വ്രതകഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രജാതൽപരനായ മാന്ധാതാവ് മഹാരാജാവ് മഴയില്ലായ്മ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനായി തൻ്റെ കിങ്കരന്മാരോടൊപ്പം ദേശാടനത്തിന് പുറപ്പെടുകയും നടന്ന് അവർ ഒരു വനത്തിലെത്തിച്ചേരുകയും ചെയ്തു. അവിടെ അവർ ഒരു പർണശാല കണ്ടു. ആ പർണശാലയിലുള്ളത് ബ്രഹ്മദേവൻ്റെ മകനായ അംഗിരസ് മഹർഷിയായിരുന്നു. മഹാരാജാവ് അംഗിരസ് മഹർഷിയോട് തൻ്റെ ദേശത്ത് സംഭവിച്ച വരൾച്ചയെക്കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും സംസാരിച്ചു. അംഗിരസ് മഹർഷി പറഞ്ഞു, സാധാരണഗതിയിൽ വേദങ്ങൾ പഠിക്കുവാനും തപസ് ചെയ്യാനുമുള്ള അധികാരം ബ്രാഹ്മണർക്ക് മാത്രമാണ്. പക്ഷേ അങ്ങയുടെ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ക്ഷാമത്തിന് കാരണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളയൂ എന്ന്. പക്ഷേ പ്രജാതൽപരനായ മഹാരാജാവ് ഇതൊട്ടും സമ്മതിച്ചില്ല. അദ്ദേഹം മറ്റൊരു വഴി ഉപദേശിക്കാൻ അംഗിരസ് മഹർഷിയോട് പ്രാർത്ഥിച്ചു. അപ്രകാരം അംഗിരസ് മഹർഷിയുടെ ഉപദേശപ്രകാരം ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശയനി ഏകാദശി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിക്കുകയും തൻ്റെ രാജ്യത്ത് മഴ പെയ്യുകയും ചെയ്തു. ഇന്നത്തെ ദിവസം കഴിയുന്നത്ര ഭഗവത് നാമങ്ങൾ ജപിക്കുക, എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യുക, എല്ലാവിധം